ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചലനാസ് ഇംഗ്ലീഷ്. നിത്യജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു, ഇൻ്റർവ്യൂ എങ്ങനെയുണ്ടായിരുന്നു, എങ്ങനെയായിരുന്നു ഇന്നത്തെ ദിവസം. അപ്പോൾ നമുക്ക് തുടങ്ങാം. പരീക്ഷ എങ്ങനെയുണ്ടായിരുന്നു? ഹൗ വാസ് ദ എക്സാം? ഇതിൻ്റെ ഉത്തരം സാധാരണഗതിയിൽ ഇറ്റ് വാസ് ഗുഡ്, ഓക്കെ, നോട്ട് ബാഡ്, ഇങ്ങനെയൊക്കെ ആയിരിക്കും. വെരി ഗുഡ് എന്നും എക്സലൻ്റ് എന്നും പറയുന്ന ആളുകളുണ്ടാകാം. ഇപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനെ കുറിച്ചായിരുന്നു ചോദ്യമെന്ന് കരുതുക. അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഹൗ വാസ് ദ എക്സാം? ഇറ്റ് വാസ് വെരി ബാഡ് എന്നാണ് ഉത്തരം കിട്ടുന്നത് എന്ന് കരുതുക. അതായത് വളരെ മോശമായിരുന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള അടുത്തൊരു ചോദ്യമാണ് ഹൗ ഈസ് ദ എക്സാം യൂഷ്വലി? സാധാരണഗതിയിൽ ഈ പരീക്ഷ എങ്ങനെയാണ്? യൂഷ്വലി ഇറ്റ്സ് ഈസി. സാധാരണഗതിയിൽ എളുപ്പമുള്ളതാണ്. ഐ ഡോണ്ട് നോ ബട്ട് ദിസ് ടൈം ഇറ്റ് വാസ് ഡിഫിക്കൾട്ട്. എനിക്കറിയില്ല, ഇപ്രാവശ്യം ബുദ്ധിമുട്ടേറിയതായിരുന്നു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുള്ളതായിരുന്നു. എന്തിനാണ് ഈ കോണ്ടെക്സ്റ്റ് തന്നത് എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ കാര്യങ്ങളെ ചോദിക്കാൻ നമ്മൾ ഹൗ വാസും പൊതുവേയുള്ള കാര്യങ്ങളെ പറയാൻ ഈസും അതായത് പ്രസൻറ്റ് ടെൻസും ഉപയോഗിക്കുന്നു. ഇനി വേറൊരു ഉദാഹരണം തന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കി തരാം. നിങ്ങൾ പുതിയൊരു വീട് വാങ്ങാൻ പ്ലാൻ ചെയ്യുന്നു. വീടൊക്കെ കണ്ട് തിരിച്ചു വരുമ്പോൾ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഒക്കെ ചോദിക്കാം ഹൗ ഈസ് ദ ഹൗസ്? വീട് എങ്ങനെയുണ്ട്? ഗുഡ്, ഐ ലൈക്ഡ് ഇറ്റ്. നല്ലതാണ്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അടുത്തൊരു ചോദ്യം ഹൗ ഈസ് ദ ലൊക്കാലിറ്റി? ആ ലൊക്കാലിറ്റി എങ്ങനെയാണ്? അതിനുള്ള മറുപടി ഇറ്റ്സ് നോട്ട് മച്ച് ഡെവലപ്ഡ് നൗ. അപ്പോൾ അടുത്ത ചോദ്യം ഹൗ വിൽ ഇറ്റ് ബി ഇൻ 2 years? I think it will be more developed in 2 years. ഞാൻ കരുതുന്നു 2 വർഷത്തിൽ അത് കുറച്ചുകൂടി ഡെവലപ്ഡ് ആകും. ഒരു ഉദാഹരണം കൂടെ. ഹൗ വാസ് ദ പ്രോഗ്രാം യെസ്റ്റർഡേ? ഇന്നലത്തെ പരിപാടി എങ്ങനെയായിരുന്നു? ഇറ്റ് വാസ് ഗുഡ്, നന്നായിരുന്നു. ഹൗ വിൽ ബി ദ പ്രോഗ്രാം ടുഡേ? ഇന്നത്തെ പരിപാടി എങ്ങനെയായിരിക്കും? നോ ഐഡിയ, അറിയില്ല. ഹൗ ഈസ് ദ പൊളിറ്റിക്കൽ സിനാറിയോ ഇൻ കേരള നൗ? കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ എങ്ങനെയാണ്? സിനാരിയോ എന്ന് പറഞ്ഞാൽ സീൻ അല്ലെങ്കിൽ രംഗം എന്നൊക്കെയാണ് അർത്ഥം. ഇവിടെ പൊളിറ്റിക്കൽ സിനാരിയോ എന്ന് പറഞ്ഞതുകൊണ്ടാണ് രാഷ്ട്രീയ അന്തരീക്ഷം അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്തെ അവസ്ഥ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു കാര്യം എങ്ങനെ ഇരുന്നു എന്ന് ചോദിക്കാൻ ഹൗ വാസും, എങ്ങനെയാണ് എന്ന് ചോദിക്കാൻ ഹൗ ഈസും, എങ്ങനെ ആയിരിക്കും എന്ന് ചോദിക്കാൻ ഹൗ വിൽ ബി, ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഹൗ വാസ് എന്ന് പറഞ്ഞതുകൊണ്ട് വാസ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നല്ല. പ്ലൂറൽ ആണെങ്കിൽ ഹൗ വെർ. അതുപോലെ പ്രസൻറ്റ് ടെൻസിൽ ഈസ് കൂടാതെ ആർ ഉപയോഗിക്കാവുന്നതാണ്. ഇനി വേറെ തരത്തിലുള്ള ഒരു സെൻറ്റൻസ് പറയാം. ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം യു. ഞാൻ ഇത് നിന്നിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നെവർ എന്ന് പറഞ്ഞാൽ ഒരിക്കലും. ഹീ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം മീ. അവൻ എന്നിൽ നിന്നും ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ ഒരു സാഹചര്യം കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. അതായത് നിങ്ങളുടെ സുഹൃത്ത് ഒരത്യാവശ്യത്തിന് കുറച്ച് പൈസ നിങ്ങളോട് ചോദിക്കുന്നു. പൈസ കയ്യിലില്ലാത്തത് കൊണ്ടാണോ കൊടുക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടാണോ നിങ്ങൾ പറയുന്നു കുറച്ച് പണമുണ്ട്, അത് ഞാൻ വേറെ ആവശ്യത്തിന് മാറ്റി വെച്ചതാണ്. അപ്പോൾ സുഹൃത്തിൻ്റെ പ്രതികരണം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കും ഹീ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം മീ. ഷീ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം ഹർ സിസ്റ്റർ. അവൾ അവളുടെ സഹോദരിയിൽ നിന്ന് ഇതൊരിക്കലും പ്രതീക്ഷിച്ചില്ല. പ്രോപ്പർട്ടി ഇഷ്യൂസൊക്കെ വരുമ്പോഴായിരിക്കും ഇങ്ങനത്തെ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നത്. ഇനി വേണമെങ്കിൽ ഐ നെവർ എക്സ്പെക്റ്റഡ് ദിസ് ഫ്രം ഹിം എന്ന സ്റ്റേറ്റ്മെൻറ്റിനെ ചോദ്യ രൂപത്തിലേക്ക് മാറ്റി നോക്കാം. ഡിഡ് ഐ എവർ എക്സ്പെക്റ്റ് ദിസ് ഫ്രം ഹിം? അവനിൽ നിന്ന് ഞാനിത് എന്നെങ്കിലും പ്രതീക്ഷിച്ചോ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.